സംസ്ഥാന സർക്കാരും RSSും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നും അവരുടെ അന്തർധാര ശക്തമാണ് എന്നും പ്രതിപക്ഷം പലതവണ ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് BJPക്കും CPMനും കൃത്യമായ പങ്കുണ്ട് എന്ന ആരോപണവും ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവും ഒപ്പം പ്രകാശ് ജാവേദ്കറുമായി ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതും എല്ലാം പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിന് ബലം നൽകുന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ ആരോപണത്തെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്ന പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി സേവനമനുഷ്ഠിക്കുന്ന RSS അനുഭാവമുള്ള ജയിൽ പോലീസ് ഉദ്യോഗസ്ഥർ 2025 ഫെബ്രുവരി മാസം കോട്ടയം കുമരകത്തെ ഒരു റിസോർട്ടിൽ ഒത്തുകൂടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. കേവലം ഒരു ജയിലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉല്ലാസയാത്രയ്ക്കും മറ്റും പോയതിൻ്റെ ഭാഗമായി ഒത്തുകൂടിയതല്ല എന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തായുള്ള സബ് ജില്ലയിലെയും ജില്ലാ ജയിലിലെയും സെൻട്രൽ ജയിലിലെയും അടക്കമുള്ള ജയിൽ അധികൃതരാണ് ഒത്തുകൂടിയിരിക്കുന്നത് എന്നത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. RSS അനുഭാവികളായ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫെബ്രുവരിയിലെ ഒത്തുകൂടൽ പുറത്തു വന്നത് കൂട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ട വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയായിരുന്നു. ഇത് ഒരു തുടക്കമാകട്ടെ എന്നായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ അടിക്കുറിപ്പ്. അതേ തുടർന്നുണ്ടായ സംശയത്തിൻ്റെ പുറത്താണ് ഇൻ്റലിജൻസിൻ്റെ അന്വേഷണത്തിൽ സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലായി സേവനമനുഷ്ഠിക്കുന്ന RSS അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് കോട്ടയത്തെ കുമരകത്തുള്ള റിസോർട്ടിൽ ഒത്തുകൂടിയത് എന്ന് കണ്ടെത്തിയത്. കൊലപാതക കുറ്റമടക്കമുള്ള വിവിധ കേസുകളിലായി ഒട്ടേറെ RSS പ്രവർത്തകരാണ് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലായി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശബ്ദമായി ഒരു RSS സംഘടന ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉണ്ടാക്കിയാൽ അത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയായി കാണേണ്ടതുണ്ട്. ഇന്റലിജൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഒത്തുചേർന്ന 18 ഉദ്യോഗസ്ഥരെയും വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും മറ്റ് കർശനമായ നടപടികളൊന്നും അവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇത് മറ്റ് വിവാദങ്ങളിലേക്ക് നയിക്കുന്നതിലെ ഒരു പ്രധാന കാരണങ്ങളിലൊന്നായി മാറിയിട്ടുമുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിക്കുന്നു. എന്നാൽ അതിൽ കർശനമായ നടപടി സ്വീകരിക്കാതെ വരികയും ചെയ്യുമ്പോൾ RSS അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകൂടലിന് മൗനം സമ്മതം എന്ന രീതിയിൽ നിൽക്കുന്നു എന്ന ഒരു വിമർശനവും ഉയരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജാതീയ മത രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി പോലീസിൽ ഒരു സംഘടന രൂപീകരിക്കുവാൻ സാധ്യമല്ല എന്നത് നിയമമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള സംഘടന രൂപീകരിക്കാൻ പോലീസ് മേധാവിയുടെ അനുമതിയും ആവശ്യമാണ്. അത്തരത്തിൽ പല നിയമങ്ങളും നിയന്ത്രണങ്ങളും നിലനിൽക്കവെയാണ് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലായി സേവനമനുഷ്ഠിക്കുന്ന RSS അനുഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയിരിക്കുന്നത്. ഒത്തുകൂടിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. കേരളത്തിലെ നിലവിലുള്ള ജയിലുകളിൽ കുറ്റവാളികളെ നിയന്ത്രിക്കാൻ തക്കതായ പോലീസുകാർ കുറവാണ് എന്നുള്ളത് RSS അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടിച്ചേരലിനെ കൂട്ടി വായിക്കുമ്പോൾ വലിയ പ്രാധാന്യത്തോട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. പോലീസിൽ RSS സംഘമുണ്ട് എന്ന CPMലെ ആനി രാജ ഒരിക്കൽ പറഞ്ഞിരുന്നതാണ്. അന്ന് ഇടതുപക്ഷ പാർട്ടി അവരെ ശക്തമായ രീതിയിൽ തിരുത്തുകയും ചെയ്തു. പിന്നീട് മുഖ്യമന്ത്രിയുടെ വളരെ അടുത്ത പോലീസ് മേധാവിയായ MR അജിത് കുമാർ RSS മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയതും എല്ലാം നിഷ്പ്രയാസം മായ്ച്ചു കളയുവാനും സർക്കാരിന് സാധിച്ചു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജയിലുകളിലായി സേവനമനുഷ്ഠിക്കുന്ന RSS അനുഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കോട്ടയത്തെ കുമരകത്തുള്ള റിസോർട്ടിൽ ഒത്തുകൂടിയത്. അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലായ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഇതൊരു കർശന നടപടി എടുക്കേണ്ട വിഷയമല്ല എന്ന് തോന്നുന്നത് എന്ന ചോദ്യം.